ഹലോ, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഷോർട്സാണ് അപ്ലോഡ് ചെയ്യല്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജേർണലിങ് എങ്ങനെ ബിഗിനേഴ്സിന് ചെയ്യാമെന്നുള്ളൊരു ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഫെബ്രുവരി തീമിലാണ് ഫസ്റ്റ് ജേർണൽ ചെയ്യുന്നത്. ജാനുവരി എനിക്ക് എക്സാംസ് ആയതുകൊണ്ട് തന്നെ ജേർണലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളും ജേർണലൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫെബ്രുവരി 12 ആയിട്ടുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഫ്രീ ആകുമ്പോൾ നമുക്ക് ചെയ്യാം. ഇന്ന് ഡേറ്റ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും സാഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജേർണലിങ് ലൈഫ് എവിടെ നിന്ന് വേണമെങ്കിലും റീസെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇത് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കൂട്ടോ. ഞാൻ വാലന്റൈൻസ് ഡേ തീമിലാണ് ഫെബ്രുവരി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ എല്ലാവരുടെ കയ്യിലും ഉള്ള സ്കെച്ച് പെന്നും ഹൈലൈറ്ററും ബേസിക് പെൻസുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ട് പെൻസിലിനെ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് പിന്നെ സ്കെച്ച് കൊണ്ട് ഞാൻ കാലിഗ്രഫി ചെയ്യാണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കോമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്മോൾ ഡൂഡിൽസ് വരയ്ക്കാൻ, സ്റ്റാർ, ഹാർട്ട് അതൊക്കെ വരച്ചിട്ട് കളറ് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വാലന്റൈൻസ് ഡേ തീമിലാണ് സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് തീമിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ലാസ്റ്റ് ഇയറിൽ ഞാൻ ചെയ്തൊരു ഞാനിപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കോട്ടെ വിചാരിച്ച് പോസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഫെബ്രുവരിയിൽ നോമ്പ് റംദാൻ വന്നിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഫെബ്രുവരിയിലാണ് വാലന്റൈൻസ് തീം ചെയ്തത്. ലാസ്റ്റ് ഇയറിൽ മാർച്ചിലായിരുന്നു റംദാൻ വന്നിരുന്നത്. അപ്പോൾ ഞാൻ മാർച്ചിലായിരുന്നു റംദാൻ സീരീസ് വെച്ചൊരു ജേർണൽ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി റംദാനെ എങ്ങനെ ജേർണൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോമൻസിൽ വരണം മതി. ഞാൻ എന്തായാലും അത് പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഫ്രണ്ട് പേജ് സെറ്റായിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് എല്ലാ സ്കെച്ച് പെന്നൊക്കെ വെച്ച് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാബിറ്റ്സ് എന്തൊക്കെ ട്രാക്ക് ചെയ്യണമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ഹാബിറ്റ്സ് എത്രത്തോളം ചെയ്തു എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഡെയിലി ജേർണൽ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതിയിട്ട് നിങ്ങൾ ഡെയിലി ചെയ്തോ എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഹാബിറ്റ്സിന് ഹെഡിങ് കൊടുത്തിട്ട് ചെറുതായിട്ട് ഡൂഡിൽസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻസിൽ പറഞ്ഞാൽ മതി. ഏതൊക്കെ പേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കോമൻസിൽ പറയാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സ്കിൻ കെയർ അല്ലെങ്കിൽ ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഡേറ്റിൽ കലണ്ടർ വരയ്ക്കാനും. അപ്പോൾ യൂഷ്വലി ഒരു മന്ത് 1 to 31 വരെയാണ് ഡേറ്റ് വരിക. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ കോളംസ് വരയ്ക്കുന്നത്. പക്ഷേ ഫെബ്രുവരിയിൽ നമുക്ക് അത് 28 ഡേറ്റ് വരെയല്ലേ വരുള്ളൂ. അതുകൊണ്ട് എക്സ്ട്രാ 2 ഗ്യാപ്പ് വേണം നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. അല്ലെങ്കിൽ കോളംസ് 31 വരെ വരച്ചിട്ട് ബ്ലാങ്ക് ഇട്ടാൽ മതി. കാരണം എനിക്ക് അതാണ് കൂടുതൽ വൃത്തിയായി തോന്നിയത്. നെക്സ്റ്റ് നമ്മൾ വീക്കിലി നടന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് എഴുതുന്നത്. അപ്പോൾ അതിലും ഞാൻ ഫസ്റ്റ് കലണ്ടർ വരച്ചെടുക്കുന്നുണ്ട് ഏതൊക്കെ ഡേറ്റ്സ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ത്രൂ ഔട്ട് പീച്ച്, പിങ്ക്, റെഡ്, യെല്ലോ ആ ഒരു തീമിലാണ് ജേർണൽ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീം സെറ്റ് ചെയ്യാൻ ഞാൻ വാലന്റൈൻസ് തീമിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫെബ്രുവരി കലണ്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വീക്കിൽ മൺഡേ ടു സൺഡേ വരാം. അപ്പോൾ ഈ പേജിൽ കൊള്ളുന്നതനുസരിച്ച് മൺഡേ ടു വെൻസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ വരെ നമ്മൾ ബോക്സിൽ വരയ്ക്കും. എന്നിട്ട് ഓരോ ദിവസം വരുന്ന ഹൈലൈറ്റ്സ് ആയ കാര്യങ്ങൾ നമ്മൾ എടുത്ത് എഴുതും. മൺഡേ ചിലപ്പോൾ ഞാൻ കോളേജിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തത് അപ്പോൾ അത് എനിക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത കാര്യമാണ്. ഇങ്ങനെ മൺഡേ നമ്മൾ എഴുതും. അല്ലെങ്കിൽ ഞാൻ ഇന്ന സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അത് ആ ഡേയിൽ എഴുതി വെക്കാൻ. ലൈഫിൽ നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ വീക്കിൽ നടന്നത് ആ ഡേയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഹാബിറ്റ് ട്രാക്കർ വീക്ക്ലി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ചെയ്യേണ്ട തേഴ്സ് നടന്നത് എന്താ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പറയണേ.